ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. ജീവനക്കാർ മരണമടയുന്ന സാഹചര്യം പരിഗണിക്കാതെ നിയമനം നൽകും. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും ആശ്രിതർക്ക് പരിഷ്കരിച്ച വ്യവസ്ഥയിൽ നിയമനത്തിന് അർഹത ലഭിക്കും. അതേസമയം എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സ്വമേധയാ വിരമിച്ച ജീവനക്കാർ എന്നിവരുടെ ആശ്രിതർക്ക് നിയമനത്തിന് സാധ്യത ഉണ്ടായിരിക്കില്ല. ഇക്കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. സമാശ്വാസ തൊഴിൽദാന പദ്ധതി പ്രകാരമുള്ള ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പുതിയ വ്യവസ്ഥകൾ തത്വത്തിൽ അംഗീകരിച്ചു. സംസ്ഥാന സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് പദ്ധതി പ്രകാരം ജോലി ലഭിക്കുന്നതിന് അർഹതയുണ്ട്. ജീവനക്കാർ മരണമടയുന്ന സാഹചര്യം പരിഗണിക്കാതെ തന്നെ നിയമനം നൽകും. ആശ്രിതർ ഉദ്യോഗസ്ഥർ മരണമടയുന്ന തീയതികളിൽ 13 വയസ്സോ അതിനു മുകളിലോ പ്രായപരിധിയിലുള്ളവരാകണം. വിധവകൾ, വിഭാര്യൻ, മകൻ, മകൾ, ദത്തെടുത്ത മകൾ, അവിവാഹിതരായ ജീവനക്കാരാണെങ്കിൽ അച്ഛൻ, അമ്മ, അവിവാഹിതരായ സഹോദരി, സഹോദരൻ എന്നീ മുൻഗണനാക്രമത്തിൽ ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട്. ആശ്രിതർ തമ്മിൽ അഭിപ്രായ സമന്വയമുണ്ടെങ്കിൽ അപ്രകാരവും അല്ലാത്തപക്ഷം മുൻഗണനാക്രമത്തിലും നിയമനം നൽകും. ഇൻവാലിഡ് പെൻഷനറായ ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് പദ്ധതി വഴിയുള്ള നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നും പുതുക്കിയ വ്യവസ്ഥയിൽ പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലോ വകുപ്പുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിലോ റെഗുലറായി ഉദ്യോഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞവർക്ക് പദ്ധതി പ്രകാരം നിയമനം ലഭിക്കുന്നതിന് അർഹതയില്ല. നിയമപരമായി ആദ്യ ഭാര്യ ഭർത്താവിനെ വേർപിരിഞ്ഞ് പുനർവിവാഹം ചെയ്യുന്ന കേസുകളിൽ ആദ്യ ഭാര്യ അല്ലെങ്കിൽ ആദ്യ ഭർത്താവിലുണ്ടായ കുഞ്ഞുങ്ങൾക്കും അർഹതയുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വ്യവസ്ഥകൾ പരിഷ്കരിച്ചത്. ജനം, തിരുവനന്തപുരം.